Canto 5, Rape of the Lock. ഇത് ബിഗിൻ ചെയ്യുന്നത് ബെലിൻഡയുടെ സ്പീച്ചാണ്. ബെലിൻഡ ഡെലിവേഴ്സ് എ പാഷനേറ്റ് സ്പീച്ച് ടു റീക്ലെയിം ഹെർ ലോസ്റ്റ് ലോക്ക്. ബാരൻ അത് ഇഗ്നോർ ചെയ്യാണ്. ബാരൻ ഇൻഫ്ലുവൻസ്ഡ് ബൈ ഫെയ്റ്റ് ആൻഡ് ജോവ് എന്ന് പറയുന്നുണ്ട്. JOVE, ജോവ് മീൻസ് ജൂപ്പിറ്റർ. അങ്ങനെ ആ മിത്തോളജിക്കൽ ക്യാരക്ടേഴ്സാണ് എപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ ബാരൻ ലോക്ക് കൊടുക്കില്ല എന്നാണല്ലോ പറയുന്നത്. അപ്പം ബാരൻ ഇൻഫ്ലുവൻസ്ഡ് ബൈ ഫെയ്റ്റ് ആൻഡ് ജോവ്. അത് ഏനിയഡിൻ്റെ വെർജിലിൻ്റെ ഏനിയഡിലെ ഏനിയാസിനെയാണ് കമ്പയർ ചെയ്തേക്കുന്നത്. അതായത് ഈ മൊത്തം ഇതിൽ ഈ കാൻറ്റോയിൽ ബാരൻ ഇവളുടെ മുടി മുറിച്ച ബാരനെ ഏനിയാസായിട്ടും AENEAS ഏനിയാസ് വെർജിലിൻ്റെ ഏനിയഡിൽ എപ്പിക്കില്ല ഏനിയാസായിട്ടും ബെലിൻഡേനെ ഡിഡോ ആയിട്ടും ഏനിയാസിൻ്റെ ലവറായിരുന്നു ഡിഡോ ആണ് കമ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവളുടെ ഫ്രണ്ട് ഉണ്ടല്ലോ ഇതിൽ മുമ്പ് പറഞ്ഞിരുന്നു തേൽസ്ട്രിസ്, THALESTRIS, ആ തേൽസ്ട്രിസിനെ കമ്പയർ ചെയ്തേക്കുന്നത് എപ്പിക്കല ഏനിയഡിലെ അന്നയായിട്ടാണ്. അന്ന എന്ന് പറയുന്നത് ഈ ഡിഡോൻ്റെ സിസ്റ്ററായിരുന്നു. അതായത് ബെലിൻഡേനെ ഡിഡോ ആയിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബെലിൻഡയുടെ ഡിഡോൻ്റെ സിസ്റ്ററായിരുന്നു അന്ന. അപ്പോൾ അന്നയായിട്ടാണ് ഇവളുടെ ഫ്രണ്ട് തേൽസ്ട്രിസിനെ കമ്പയർ ചെയ്തിട്ടുള്ളത്. എപ്പോഴും അവളിങ്ങനെ ആശ്വസിപ്പിക്കാൻ നോക്കുകയാണ്. പക്ഷെ അവളെ ആശ്വസിപ്പിക്കാൻ പറ്റണില്ല. അവൾ ഭയങ്കര ഇമോഷണൽ സ്പീച്ച് നടത്തുകയാണ് ഹെയർ നഷ്ടമായതിനെ പറ്റിയിട്ട്. ഒരു ഭയങ്കര ഹൈ സ്റ്റേക്ക് എപ്പിക് ഇമോഷനാണ് പോപ്പ് അവിടെ പാരഡി ചെയ്തിട്ടുള്ളത്. അതായത് ഈ ഒരു മുടി നഷ്ടപ്പെട്ടതിനാണ് ഇത്രയും വലിയൊരു വിലാപം. അങ്ങനെ ഒരു സൂപ്പർ നാച്ചുറൽ ഇൻഫ്ലുവൻസാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. പിന്നെ ക്ലാരിസാസ് മോറൽ സ്പീച്ച്. ക്ലാരിസ ക്രിട്ടിസൈസസ് സൊസൈറ്റീസ് ഒബ്സെഷൻ വിത്ത് ഫീമെയിൽ ബ്യൂട്ടി. ക്ലാരിസ ഇവളുടെ ഒരു സെൻസ് ഓഫ് റീസൺ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ക്ലാരിസ പറയണത് ക്ലാരിസ ആ ഒരു റീസൺ യുക്തിൻ്റെ ഭാഗമായിട്ടാണ് വാദിക്കുന്നത്. അപ്പോൾ ക്ലാരിസ ആർഗ്യൂ ചെയ്യുന്നത് വേർച്യൂ സർപ്പാസസ് ബ്യൂട്ടി. ബ്യൂട്ടീൻ്റെ അപ്പുറം വേർച്യൂ ആണ് ഇമ്പോർട്ടൻറ്റ്. ബ്യൂട്ടി എപ്പോഴും പെട്ടെന്ന് ഫ്ലീറ്റിംഗ് ആണ്, അങ്ങനെ പെട്ടെന്ന് പോണ സാധനമാണ്. ബട്ട് ഗുഡ് ഹ്യൂമർ ഈസ് വൈസർ ദാൻ വാനിറ്റി. വേർച്യൂ എപ്പോഴും വൈസറാണെന്ന് പറയണം. അപ്പോൾ എംഫസൈസസ് മോറൽ ആൻഡ് ഇൻ്റലക്ച്വൽ അതോറിറ്റി ഓവർ സൂപ്പർഫിഷ്യൽ കോട്ട് വാല്യൂസ്. അവിടുത്തെ ഒരു ഐറണി എന്ന് പറയണത് ഈ ക്ലാരിസ ഹാഡ് എയ്ഡഡ് ദ ബാരൻ ഏർലിയർ ഷോയിങ് പൊട്ടൻഷ്യൽ സെൽഫ് ഇൻട്രസ്റ്റ്. അങ്ങനെ മുമ്പ് ഈ ക്ലാരിസ തന്നെ ബാരനെ സപ്പോർട്ട് ചെയ്ത് തരുന്നതാണ്. അവൾക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അതൊരു ഐറണിയായിട്ട് പറയണമെന്ന് മാത്രം. പിന്നെ കോട്ട്ലി ബാറ്റിലാണ്. അങ്ങനെ ഭയങ്കര ഒരു ബാറ്റിൽ യുദ്ധമാണ് കാണിക്കുന്നത്. ആ യുദ്ധം എന്ന് പറയുന്നത് ജസ്റ്റ് പോപ്പ് ലൈക്കൻസ് ദിസ് ടു എപ്പിക് വാർഫെയർ എമംഗ് ഗോഡ്സ്. അതായത് ബെലിൻഡയും തേൽസ്ട്രിസും ആൻഡ് ദ കോർട്ടിയേഴ്സ് എൻഗേജ് ഇൻ മോക്ക് ബാറ്റിൽ ഈ ലോക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ അതന്നെ. അപ്പോൾ ആ ഒരു ട്രിവിയാലിറ്റി വേഴ്സസ് എപ്പിക് സ്റ്റൈൽ അത് ഹ്യൂമർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഈ ഭാഗത്ത്. പിന്നെ ക്യാരക്ടേഴ്സ് ലൈക്ക് സർ ഡാപ്പർവിറ്റ് ആൻഡ് സർ ഫോപ്ലിംഗ് ആർ കിൽഡ് ബൈ ഫ്രോൺസ് ബട്ട് റിവൈവ് വിത്ത് സ്മൈൽസ് പാരഡിയിങ് എപ്പിക് കാഷ്വാലിറ്റി. അങ്ങനെ വെറുതെ ഒരു മോക്ക് ബാറ്റിൽ അവർ കാണിക്കുകയാണ്. അതിലൊരു ക്യാരക്ടറാണ് സർ ഡാപ്പർവിറ്റും സർ ഫോപ്ലിങ്ങും. ക്യാരക്ടേഴ്സിൻ്റെ പേര് ഞാൻ കമൻറ്റിലിടാം. പിന്നെ ബെലിൻഡയും ബാരനും തമ്മിലുള്ള യുദ്ധമാണ്, അറ്റാക്കാണ് നടക്കുന്നത്. ബെലിൻഡ അറ്റാക്സ് ദ ബാരൻ വിത്ത് സ്നഫ് പൗഡർ. അപ്പോൾ ഒരു ആ തമാശ കാണിക്കാൻ വേണ്ടിയിട്ട് അറ്റാക്ക് ചെയ്യണത് ഭയങ്കര ആയുധങ്ങൾ വെച്ചിട്ടൊന്നുമല്ല, സ്നഫ് പൗഡർ. അതായത് ഇങ്ങനെ തുമ്മൽ വരാൻ വേണ്ടിയിട്ട്. കോസിങ് എ സ്നീസ് ആൻഡ് ബോഡ്കിൻ. ദ ബോഡ്കിൻ ഹാസ് എ മോക്ക് എപ്പിക് ലീനേജ് ട്രേസിങ് ഇറ്റ്സ് ഹിസ്റ്ററി ത്രൂ ജനറേഷൻസ്. ഈ ബോഡ്കിൻ, ഈ സ്നഫ് പൗഡറും ബോഡ്കിനും ഉപയോഗിച്ചിട്ടാണ് അവനെ അറ്റാക്ക് ചെയ്യണമെന്ന് പറയുന്നത്. ബോഡ്കിൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ BODKIN. ബോഡ്കിൻ മീൻസ് ഒരു തിക്ക് ബ്ലണ്ട് നീഡിലാണ് വിത്ത് എ ലാർജ് ഐ. ഒരു വലിയ സൂചി, അതിൻ്റെ അറ്റത്ത് ആ കോർക്കണ ഭാഗം ഭയങ്കര വലുതായിരിക്കും. അങ്ങനത്തെ സൂചി കൊണ്ടൊക്കെയാണ് യുദ്ധം ചെയ്യണത്. പിന്നെ ദ ബോഡ്കിൻ ഹാസ് എ മോക്ക്, അതുകൊണ്ടാണ് അത് മോക്ക് എപ്പിക് ലീനിയേജ് ഉള്ളത്, അതിന് ഒരു കണക്ഷൻ. Baron protests, referencing his tortured love, echoing tragic figure like Othello. ഒത്തല്ലോനായിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്. പിന്നെ പോപ്പ് അവിടെ നമ്മൾക്ക് ജെക്സ്റ്റാപ്പോസ് ചെയ്ത് തരുന്നത് ട്രാജിക് എപ്പിക് മോട്ടീവ്സും ഈ ട്രിവിയൽ കോട്ട്ലി ക്വാറൽസും. ആ ഒരു രണ്ടും കോൺട്രാസ്റ്റാണ്. പിന്നെ ദ ലോക്ക് അസെൻസ് ടു ദ മൂൺ. എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആ ലോക്ക് ഓഫ് ഹെയർ ഡിസപ്പിയർ ചെയ്യാണ്. എന്നിട്ട് അത് പ്രസ്യൂംഡ് ടു ബ്ലെസ്ഡ് ഫോർ എ മോറൽ പൊസഷൻ. അത് അസെൻസ് ടു ദ സ്കൈ, ആകാശത്തേക്ക് ഉയർന്നു പോവാണ്. ലൈക്ക് ദ ലോക്സ് ഓഫ് ബേർനെസ് വാച്ച്ഡ് ഓൺലി ബൈ ദ മ്യൂസ്.
ന്യൂസുകൾക്ക് മാത്രം കാണാൻ പറ്റുള്ളത്. ദ ഫാഷനബിൾ വേൾഡ് ബ്യൂ മോണ്ടേ എന്ന് പറയുന്നുണ്ട്. വിൽ സീ ഇറ്റ് ആൻഡ് ആസ്ട്രോണമേഴ്സ് മേ പ്രെഡിക്റ്റ് ഈവൻറ്റ്സ് വിത്ത് ഇറ്റ് എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് പോയി കഴിഞ്ഞാൽ ആസ്ട്രോണമേഴ്സ് ഇത് ആകാശത്ത് ഇതിൻ്റെ സ്ഥാനം നോക്കിയിട്ടാണ് ഈവൻറ്റ്സ് പ്രഡിക്റ്റ് ചെയ്യാന്നൊക്കെ. അപ്പോൾ അത് മേർജ് ചെയ്യാണ് മിത്തോളജീനെയും എവറിഡേ ലണ്ടനെയും കൂടിയിട്ട് ലിങ്ക് ചെയ്യണം. എവറിഡേ ലണ്ടൻ എന്ന് പറയുന്നത് ആ ഫാഷനബിൾ വേൾഡും ഇത് ഹെയറിനൊക്കെ പ്രൊമോട്ട് ചെയ്യണത്. പിന്നെ മിത്തോളജിക്കൽ വേൾഡ് എന്ന് പറയുന്നത് ആസ്ട്രോണമേഴ്സ് അത് നോക്കി പ്രഡിക്റ്റ് ചെയ്യും എന്നൊക്കെ പറയണത്. ഇത് അവസാനിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബെലിൻഡ ഈസ് ടോൾഡ് നോട്ട് ടു ഗ്രീവ്, ദ ലോക്ക് വിൽ ഔട്ട്ലിവ് ഹെർ ആൻഡ് ഇൻസ്പയർ പോയട്രി. ലോക്ക് മുടി പോയതുകൊണ്ട് കുഴപ്പമില്ല, അത് അവളെയും ഔട്ട്ലിവ് ചെയ്യും, പിന്നെ പോയട്രികൾക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആവും ഭാവിയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ആശ്വസിപ്പിക്കുകയാണ്. പോപ്പ് അഫേംസ് ക്ലാരിസാസ് പോയിന്റ് ദാറ്റ് ബ്യൂട്ടി ഈസ് ട്രാൻഷ്യൻറ്റ് ബട്ട് ആഡ്സ് ദാറ്റ് ഇറ്റ് ക്യാൻ ഗെയിൻ ഇമ്മോർട്ടാലിറ്റി ത്രൂ ആർട്ട്. അപ്പോൾ ഫൈനൽ ഒരു പോപ്പ് എത്തുന്ന കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ ബ്യൂട്ടി ട്രാൻഷ്യൻ്റ് ആണ്, നൈമിഷികമാണ്, പക്ഷേ ബ്യൂട്ടി ക്യാൻ ബി അത് ഇമ്മോർട്ടലായിട്ട് ആർട്ടിലൂടെ നമുക്ക് സൂക്ഷിക്കാം എന്നുള്ളൊരു സംഭവം. ദ ഫൈനൽ നോട്ട് സെലിബ്രേറ്റ് സ്മോക്ക് എപ്പിക് റെസൊല്യൂഷൻ ടൈങ് ടുഗെദർ ട്രിവിയൽ കോർട്ട്ലി ഇവൻറ്റ്സ് വിത്ത് ക്ലാസിക്കൽ ഗ്രാൻഡിയർ. എല്ലാ ട്രിവിയലായിട്ടുള്ള കാര്യങ്ങളും ക്ലാസിക്കൽ ഗ്രാൻഡിയർ കൊടുത്തിട്ട് അങ്ങനെ ഒരു മോക്ക് എപ്പിക് റെസൊല്യൂഷൻ അവസാനമാണ് അതിന് കൊണ്ടുവരുന്നത്. അപ്പോൾ കീ തീംസ് എന്ന് പറയുന്നത് ഈ ഭാഗത്ത് ട്രിവിയാലിറ്റി ഓഫ് കോർട്ട് ലൈഫ്, അതായത് മൈനർ ഇൻസിഡൻസ് മേജറായിട്ട് കാണിച്ചേക്കാണ്. ബ്യൂട്ടി ആൻഡ് വേർച്യൂ തമ്മിലുള്ള കോൺട്രാസ്റ്റ്. പിന്നെ ജെൻഡർ ആൻഡ് സെക്ഷൽ മൊറാലിറ്റി, അതായത് വിമൻ ജഡ്ജ്ഡ് ഫോർ അപ്പിയറൻസ് ആൻഡ് റെപ്യൂട്ടേഷൻ, മെയിൽ വാനിറ്റി മിറേർഡ് ഇൻ കോർട്ട്, മോക്ക് എപ്പിക് സ്റ്റൈല്, എപ്പിക് കൺവെൻഷൻസ് ആണ്. പിന്നെ ഇമ്മോർട്ടാലിറ്റി ത്രൂ ആർട്ട്, ബ്യൂട്ടി മേ ഫെയ്ഡ് ഫിസിക്കലി ബട്ട് ക്യാൻ ഇൻസ്പയർ പോയട്രി ആൻഡ് മെമ്മറി. അതാണ് ഫൈനൽ ഒരു കൺക്ലൂഷൻ.